നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ കലണ്ടർ വർഷത്തിലെ ആദ്യത്തെ IPO കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2013 IPOയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി പിന്നീട് പല കാരണങ്ങളാലും IPO അപ്പോൾ ഉപേക്ഷിച്ചു. പിന്നീട് ഇപ്പോഴാണ് കമ്പനി വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ മാത്രമല്ല, പല മേഖലകളിലും, എയറോനോട്ടിക് മേഖലകളിലടക്കം ഈ വളരെ നിർണായകമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ പേര് ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡ് എന്നാണ്. ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി കൂടിയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വളരെയധികം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും അതേ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്നാൽ ഇപ്പോൾ ഇടയ്ക്ക് ചില കറക്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായിട്ടുള്ളതാണ്. അതായത് വില വർദ്ധിച്ചു വരുമ്പോഴത്തേക്കും വിൽപ്പനയുടെ ഒരു സമ്മർദ്ദം ഉണ്ടാകും, വില ചെറുതായിട്ട് ഇടിയുകയും ചെയ്യും. പിന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, ഇത് ഒരു ഇലക്ഷൻ വർഷമാണ്. ഈ ഇലക്ഷൻ വർഷത്തിൽ വളരെയധികം വളറ്റാലായിരിക്കും മാർക്കറ്റ്, ചാഞ്ചാട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകും. എങ്കിൽ പോലും അന്താരാഷ്ട്ര രംഗത്ത് നമ്മളുടെ ആ ഒരു സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള ഇപ്പോൾ മൊത്തമായിട്ടുള്ള വിലയിരുത്തൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കണോമി എന്ന് തന്നെയാണ്. അപ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ള, വളരെ സന്തോഷത്തിൻ്റെ ഒരു വർഷമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് വീണ്ടും ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡ് എന്ന ഈ IPOയുടെ വിശേഷത്തിലേക്ക് തിരിച്ചു വരാം. ഇത് ജനുവരി 9 മുതൽ 11 വരെ ഓപ്പൺ ആകുന്ന ഒരു IPO ആണ്. 1000 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. 1000 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും നമുക്ക് ഈ കമ്പനിയുടെ, ഈ ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡ് എന്ന ഈ കമ്പനി 1991 ഗുജറാത്തിൽ ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത്. ഈ കമ്പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ മെഷീൻസാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇത് എയറോനോട്ടിക് രംഗത്ത് വളരെയധികം അത്യാവശ്യമുള്ള ഉപകരണങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും വളരെ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ് ഇവരുടേത്. ഇനി കമ്പനിയുടെ പ്രോഡക്റ്റ് റേഞ്ച് പരിശോധിക്കുകയാണ്. ഈ CNC ടേണിംഗ് സെൻറ്റേഴ്സ്, CNC ടേണിംഗ് മില്ലിംഗ് സെൻറ്റേഴ്സ്, CNC വെർട്ടിക്കൽ മെഷീനിങ് സെൻറ്റേഴ്സ്, CNC ഹൊറിസോണ്ടൽ മെഷീനിങ് സെൻറ്റേഴ്സ്, പിന്നെ ഉള്ളത് സൈമൾട്ടേനിയസ് 3 ആക്സിസ് മെഷീനിങ് സെൻറ്റേഴ്സും സൈമൾട്ടേനിയസ് 5 ആക്സിസ് CNC മെഷീനിങ് സെൻറ്റേഴ്സ്, മൾട്ടി ടാസ്കിംഗ് മെഷീൻസ്. ഇങ്ങനെ ഇതെല്ലാം തന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. നാഷണലും ഇൻ്റർനാഷണലുമായിട്ടുള്ള ചില ക്ലയൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ കമ്പനിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അതായത് പ്രധാനപ്പെട്ട ചില ക്ലയൻസിൽ ഒന്നാണ് ഇസ്രോ കൂടാതെ ബ്രഹ്മോസ് എയർസ്പേസ്, ടർക്കിഷ് എയറോസ്പേസ്, യൂണിപാർട്സ് ഇന്ത്യ, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, ടാറ്റ സിക്കോസ്കൈ എയറോസ്പേസ്, പിന്നെ ഭരത് ഫോർജ്, ശക്തി പമ്പ്സ്, ശ്രീറാം എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, റോളക്സ് റിങ്സ്, ഹർഷ എഞ്ചിനീയേഴ്സ്, ബോസ്ക് ലിമിറ്റഡ്, ഹാവേ ഹൈഡ്രോളിക്സ്, ഫെസ്റ്റോ ഇന്ത്യ, LG റബ്ബേഴ്സ്, നാഷണൽ ഫിറ്റിംഗ്സ്. അങ്ങനെ പോകുന്നു കമ്പനിയുടെ ക്ലയൻസുകളുടെ ലിസ്റ്റ്. 44ഓളം സീരീസുകളിലായിട്ട് 200ഓളം വേരിയൻറ്റ് മെഷീൻസാണ് കമ്പനി ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഏഷ്യയിലും യൂറോപ്പിലും അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലുള്ള 3500ഓളം വലിയ കസ്റ്റമേഴ്സിന്, നമ്മൾ നേരത്തെ കസ്റ്റമേഴ്സ് ആരാണെന്നൊക്കെ കണ്ടു, അത്തരത്തിലുള്ള 3500ഓളം കസ്റ്റമേഴ്സിന് ഏകദേശം 8500 മെഷീൻസ് ആണ് പലതരത്തിലുള്ളത് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത്. രാജ്കോട്ടിലാണ് 2 എണ്ണവും. ബാക്കി ഒരെണ്ണം ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ട്രോസ്ബർഗിൽ എല്ലാ മെഷീൻസും നിർമ്മിക്കാനുള്ള ഫെസിലിറ്റി അവർക്കുണ്ട്. എങ്കിലും പ്രതിവർഷം രാജ്കോട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 4400ഓളം മെഷീൻസാണ് പ്രതിവർഷം നിർമ്മിക്കുന്നത്. ഫ്രാൻസിലാകട്ടെ പ്രതിവർഷം 121ഓളം മെഷീൻസുമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ജ്യോതി CNCയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. പരക് രാം സിംഗ്, ഘനശ്യാം സിംഗ് ജഡേജ, അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ചിത്രത്തിൽ കാണുന്നത്, കമ്പനിയുടെ CMD ആണ്. പിന്നെ സഹദേവ് സിംഗ് ലാലുഭ ജഡേജ, വിക്രം സിംഗ്, രഘുവീർ സിംഗ് റാണ. ഇവരെ 3 പേരെയും കൂടാതെ ഒരു കോർപ്പറേറ്റ് പ്രൊമോട്ടർ കൂടിയുണ്ട്. അത് ജ്യോതി ഇൻ്റർനാഷണൽ LLP എന്ന
കമ്പനിയാണ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 72.66% ഓഹരികളുണ്ട്. ഇനി നമുക്ക് ജ്യോതി CNCയുടെ ഏറ്റവും പുതിയ വാല്യുവേഷൻസിലേക്ക് നോക്കാം. EPS 1.02 ആണ്. PE റേഷ്യോ ഇഷ്യൂ കഴിയുമ്പോൾ 324.51 ആയിരിക്കും. NAV 5.57 പെർ ഷെയർ ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 18.35% ആയിരിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ചില കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ LG എക്യുപ്മെൻറ്റ്സ്, അവരുടെ EPS 11.71 ലക്ഷ്മി മെഷീൻ വർക്ക്സ് അത് 359.47 അവരുടെ EPS കാണിക്കുന്നത്. പിന്നെ ത്രിവേണി ടർബൈൻസ് 5.97 അവരുടെ ബേസിക് ആയിട്ടുള്ള EPS. പിന്നെ TD പവർ സിസ്റ്റംസാണ്, അവരുടേത് 6.23 നമുക്കറിയാം ജ്യോതി CNCയുടേത് 1.02 ആണ്. ഇനി ഇഷ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി 1000 കോടി രൂപയാണല്ലോ മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനി റേസ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും അവരുടെ കുറേ പേയ്മെൻറ്റ്സ് കൊടുത്തു തീർക്കുന്നതിനും അതുപോലെ തന്നെ ചില ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. അതുകൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിന് വേണ്ടി തന്നെ, അതായത് അവരുടെ മൂലധന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1000 കോടി അങ്ങനെയാണ് ചിലവാക്കുന്നത്. ഇനി കമ്പനിയുടെ ധനകാര്യ കണക്കുകൾ ചുരുക്കത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ 2021 550.06 കോടി രൂപയായിരുന്നെങ്കിൽ അടുത്ത വർഷം അത് 750.06 കോടി രൂപയായിട്ട് വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2023 ആയപ്പോഴത്തേക്ക് 750 എന്നുള്ളത് 952.6 എന്നുള്ള ലെവലിലേക്ക് വീണ്ടും ഒരു നല്ല വർധനവ് കാണിച്ചിട്ടുണ്ട്. അടുത്ത കോളത്തിൽ കാണുന്നത് 2024 ഹാഫ് ഇയർലി കണക്കാണ്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2021 നഷ്ടമാണ്. അതായത് 70.03 കോടി രൂപയുടെ ലോസിലാണ് കമ്പനി ഉള്ളത്. അത് അടുത്ത വർഷമായപ്പോഴത്തേക്കും 48.3 കോടിയായിട്ട് നഷ്ടം കുറയുന്നുണ്ട്. 70 കോടിയായിരുന്നു 48 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് 2023 ആയപ്പോഴത്തേക്കും 131.18% വർധനവാണ്. അതായത് 15.06 കോടിയായിട്ട് അത് വർദ്ധിച്ചു. അതായത് പ്രോഫിറ്റായി മാറി. 15.06 കോടിയുടെ ലാഭത്തിലേക്ക് കമ്പനി എത്തിച്ചേരുകയാണ്. അടുത്തത് ഹാഫ് ഇയർലി നോക്കുകയാണെങ്കിൽ 3.35 ഇതുവരെ ഉള്ളത്. അപ്പം നമുക്ക് കമ്പനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2022 വരെ കമ്പനി വലിയ ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറി വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 2023 ആയപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും കരകയറിയിട്ടുണ്ട്. 15 കോടിയുടെ ലാഭവും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കമ്പനിയുടെ റവന്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 27% 22 നിന്ന് 23 വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് ഇക്രോസ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ് എന്നീ കമ്പനികളുമാണ്. ഇനി ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. 9 മുതൽ 11 വരെയാണ് ജനുവരി മാസത്തിൽ ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. 315 രൂപ മുതൽ 331 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇത് 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിയാണ്. അതിനാണ് 315 മുതൽ 331 രൂപ വരെ. ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണിത്. ഫ്രഷ് ഓഹരികൾ 1000 കോടി രൂപയ്ക്കുള്ളതാണ് ഇവർ പുറത്തിറക്കുന്നത്. ഒറ്റ ഓഫർ ഫോർ സെയിൽ പോലും ഇല്ല. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 1000 കോടി തന്നെയാണ്. ഇതിൽ റീറ്റെയിലേഴ്സിന് മിനിമം അപ്ലൈ ചെയ്യാവുന്നത് 45 നമ്പേഴ്സാണ്, 45 ഓഹരികളാണ് അപ്ലൈ ചെയ്യാവുന്നത്. 10% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 വർഷങ്ങളിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ കുറച്ച് ലോസിലായിരുന്നു കമ്പനി എന്നുള്ളത് കൊണ്ട് 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അലോക്കേഷൻ വരുന്നത് ജനുവരി 12 ആയിരിക്കുമെന്ന് കൂടി ഓർത്തോളുക. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ടാവും. ലിസ്റ്റിംഗ് വരുന്ന തീയതി ജനുവരി 16 ആയിരിക്കും. അങ്ങനെയാണ് ഇതിൽ കാണുന്നത് ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ എംപ്ലോയീസിന്, ഇവരുടെ ജ്യോതി CNCയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ഓഹരിക്ക് 15 രൂപ വെച്ച് അവർ ഡിസ്കൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. പിന്നെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഓർഡർ ബുക്ക് 3315.33 കോടി രൂപയ്ക്കുള്ള ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വർഷം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഓഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നിർണായകമായിട്ടുള്ള എയറോസ്പേസ് രംഗത്തൊക്കെ വളരെ നിർണായകമായ
വിശ്വസനീയമായിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്കറിയാം ഇസ്രോ പോലെയുള്ള കമ്പനികൾ പോലും സ്ഥാപനങ്ങൾ പോലും ഇതിൻ്റെ ക്ലയൻ്റായിട്ട് വരുന്ന ഒരു കമ്പനിയാണിത്. ഇത് തീർച്ചയായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ മികച്ച ഓഹരിയായിരിക്കും. എന്നാൽ ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. ഈ വർഷത്തെ ആദ്യ IPO വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡിൻ്റെ IPO വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത് തന്നെ മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.